തൃശൂർ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ലക്ഷ്യമിട്ട് ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി KC ഗ്രൂപ്പ് അനുകൂലികൾ. KC ഗ്രൂപ്പ് തൃശൂരിന്റെ കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്നുവെന്ന് മറുവിഭാഗത്തിന്റെ ആരോപണം. മുൻ DCC അധ്യക്ഷൻ ജോസ് വെള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണിതിന് പിന്നിലെന്നും ആക്ഷേപം. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ്, മറ്റത്തൂരിലെ കൂട്ടരാജി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം ആരോപണം ഉയർത്തുന്നത്. സാനു K സജീവ് ചേരുന്നു. സാനു, കോൺഗ്രസിന്റെ എക്കാലത്തെയും ശാപമാണ് ഗ്രൂപ്പ് തമ്മിലടികൾ, ഗ്രൂപ്പ് പോരുകൾ. നിലവിലിപ്പോൾ തൃശൂർ കോൺഗ്രസിൽ ഏത് രീതിയിലുള്ള തമ്മിലടിയാണ് രൂക്ഷമായിരിക്കുന്നത്? ഫലം വരികയും അതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്, അതായത് ഭരണ സാരഥികളൊക്കെ അധികാരമേൽക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് തൃശൂർ കോൺഗ്രസിൽ കേട്ടുകേഴ്വിയില്ലാത്ത വിധത്തിലുള്ള തമ്മിലടി ഗ്രൂപ്പ് പോര് തലപൊക്കിയത്. ജോസഫ് ടാജറ്റ്, അതായത് DCC അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആദ്യം വെടിപൊട്ടിച്ചത് ലാലി ജെയിംസ് എന്ന കോർപ്പറേഷനിലേക്ക് ആദ്യം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ച കൗൺസിലറാണ്. അതായത് അവരുന്നയിച്ച കാര്യങ്ങൾ, ഈ ജോസഫ് ടാജറ്റ് മേയർ സ്ഥാനത്തേക്ക് എത്തിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പണം വാങ്ങി, കോഴ വാങ്ങി എന്നുള്ള ഒരു ആരോപണമാണ്. കോഴ വിവാദമാണ് ലാലി ആദ്യം ഉയർത്തിവിട്ടത്. ആ കോഴ വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വം ആകെ പെട്ടുനിൽക്കുന്ന സമയത്താണ് മറ്റത്തൂരിലെ കോൺഗ്രസ് മെമ്പർമാരുടെ കൂട്ടരാജി ഉണ്ടാവുന്നത്. ഇതെല്ലാം ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ജോസഫ് ടാജറ്റിനെ, അതായത് DCC അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഭാഗം നടത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഒരു KC വിഭാഗം പറയുന്നത്. ഒപ്പം തന്നെ ലാലി അടക്കം പറഞ്ഞത് KC വിഭാഗത്തിന്റെ ഇടപെടലാണ് തന്നെ മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കാരണമാകിയിട്ട് ലാലി അടക്കം ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ കടുംപിടുത്തം വരുന്നു, വടംവലി വരുന്നു. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിനുള്ളിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുമ്പോൾ സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കം അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുകയാണ്. ആ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഗ്രൂപ്പുകളുടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ജോസഫ് ടാജറ്റിനെ മത്സരിപ്പിക്കരുത് എന്നൊരു തീരുമാനമാണ് AI ഗ്രൂപ്പുകൾ അടക്കം ഇപ്പൊ പറയുന്നത്. എന്തായാലും ജോസഫ് ടാജറ്റിനെ ഏത് വിധേന മത്സരിപ്പിക്കാൻ, തൃശ്ശൂരിലോ ഒല്ലൂരിലോ പുതുക്കാടോ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് KC വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുവരുന്നത്. എന്തായാലും ഈ സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വടംവലിയും ഒപ്പം തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള DCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് പലരും കണ്ണു നട്ടിരിക്കുകയാണ്. ആ സ്ഥാനത്തേക്കുള്ള വടംവലി കൂടി ആയതോടുകൂടി തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. രോഹിണി. ശരി, സാനു K സജീവാണ് വിവരങ്ങൾ നൽകിയത്.